ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്ര പ്രതിഭയായിരുന്നു ചാർലി ചാപ്ലിൻ. ഇതിഹാസ ഹാസ്യതാരം ചാപ്ലിനെ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ ലോകം ഇന്നും സ്മരിക്കുന്നു. 1889 ഏപ്രിൽ 16 ബ്രിട്ടനിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ പിറന്ന ചാൾസ് സ്പെൻസർ ചാപ്ലിൻ എന്ന ചാർലി ചാപ്ലിൻ ചെറുപ്പകാലം മുതലേ പട്ടിണിയുടെയും ഇല്ലായ്മയുടെയും നടുവിലായിരുന്നു വളർന്നു വന്നത്. തൻ്റെ 5-ാം വയസ്സ് മുതൽ അഭിനയിച്ചു തുടങ്ങിയ ചാർലി ചാപ്ലിൻ 80-ാം വയസ്സുവരെ അഭിനയരംഗത്ത് തുടർന്നു. ചാപ്ലിൻ ഏറ്റവും കൂടുതൽ തവണ അവതരിപ്പിച്ചത് ട്രാംപ് എന്ന കഥാപാത്രമായിരുന്നു. ജാക്കറ്റും വലിയ പാൻറ്റും ഷൂസും കറുത്ത തൊപ്പിയും ധരിച്ച ട്രാംപ് നല്ല മനസ്സും നല്ല ശീലങ്ങളുമുള്ള ഒരു മികച്ച കഥാപാത്രമായിരുന്നു. ഭാഷകൾക്കതീതനായി ലോകത്തെ ഒരുപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു ചാപ്ലിൻ. ഹാസ്യത്തിൻ്റെ മേമ്പൊടി ചേർത്ത് അദ്ദേഹം വിളമ്പിയ ഓരോ വാക്കിലും ചിരിയോടൊപ്പം ചിന്തയും അടങ്ങിയിരുന്നു. തൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങൾ പുറത്തു കാട്ടാതെ സദാ പുഞ്ചിരിക്കുന്ന ഒരു കോമാളിയുടെ വേഷമാണ് ചാപ്ലിൻ പലപ്പോഴും അവതരിപ്പിച്ചിട്ടുള്ളത്. ഏതൊരു വിഷമഘട്ടത്തിലും പതറാതെ മുന്നോട്ടു പോകണമെന്ന മഹത്തായ സന്ദേശം അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളിലുമുണ്ട്. വ്യക്തിജീവിതത്തിൽ നിരവധി വെല്ലുവിളികൾ നേരിട്ടിരുന്ന ചാപ്ലിൻ അവയൊക്കെ സധൈര്യം നേരിട്ടിരുന്നു. തൻ്റെ താരപ്രഭയിൽ മയങ്ങിക്കഴിയാതെ പൊതുവിഷയങ്ങളിൽ തൻ്റേതായ നിലപാടുകളിൽ ഉറച്ചു നിന്നിരുന്ന ചാപ്ലിന് നിരവധി വിമർശനങ്ങളും നേരിടേണ്ടതായി വന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഏകാധിപത്യവും കൊടിയ നരഹത്യയും നടത്തി അഡോൾഫ് ഹിറ്റ്ലർ ലോകത്തെ ദുരിതത്തിലാഴ്ത്തിയപ്പോൾ ഹിറ്റ്ലറെ പരിഹസിക്കാൻ ചാപ്ലിൻ ഒട്ടും മടിച്ചില്ല. ഹിറ്റ്ലറിൻ്റെ സ്വേച്ഛാധിപത്യത്തെ പരിഹസിക്കുന്ന ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന ചിത്രം ചാപ്ലിൻ നിർമ്മിച്ചു. 1940 ഒക്ടോബറിൽ റിലീസായ ഈ ചിത്രം വൻ വിജയമായി. ഹിറ്റ്ലറേക്കാൾ 4 ദിവസം മാത്രം പ്രായക്കൂടുതൽ, മുഖഛായയിലെ സാമ്യം, ഇരുവർക്കുമുള്ള ടൂത്ത്ബ്രഷ് മീശ എന്നിവ കാരണം ചാപ്ലിൻ്റെ അഡനോയ് ഡിങ്കൽ എന്ന ഏകാധിപതി കഥാപാത്രം ഗംഭീരമായി. ഹാസ്യനടനായിരുന്നുവെങ്കിലും വളരെ ഗൗരവത്തോടെ ജീവിതത്തെ കണ്ടിരുന്ന ഒരു തികഞ്ഞ മനുഷ്യസ്നേഹി കൂടിയായിരുന്നു ചാർലി ചാപ്ലിൻ. അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ പലതും ഇന്നും ഓരോ വ്യക്തികളുടെയും ജീവിതവുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. നാം ഏത് കഠിനമായ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോയാലും മാനസികമായി തളരാതെ ശുഭപ്രതീക്ഷയോടെ ജീവിതത്തെ നോക്കിക്കാണാൻ ചാർലി ചാപ്ലിൻ ലോകത്തെ പഠിപ്പിച്ചു. എല്ലാവരും ഓരോരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. എന്നാൽ പ്രശ്നങ്ങളോടുള്ള സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിതം ആഹ്ലാദകരം അല്ലെങ്കിൽ ദുരിതപൂർണമാകുന്നതെന്ന് ചാപ്ലിൻ തന്നിലെ കലാകാരനിലൂടെ ലോകത്തെ ഓർമ്മപ്പെടുത്തുന്നു. ധനികരുടെ ജീവിത പശ്ചാത്തലത്തിൽ ദരിദ്രരുടെ സുഖദുഃഖങ്ങൾ ഹാസ്യപ്രധാനമായും ഹൃദയസ്പർശിയുമായി ചിത്രീകരിക്കുന്നവയായിരുന്നു ചാർലി ചാപ്ലിൻ ചിത്രങ്ങൾ. അഭിനയം, സംവിധാനം, നിർമ്മാണം തുടങ്ങി സിനിമയുടെ എല്ലാ മേഖലയിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ചാപ്ലിൻ്റെ സംഭാവനകളെ മാനിച്ച് വിക്ടോറിയ രാജ്ഞി അദ്ദേഹത്തിന് നൈറ്റ് പദവി നൽകി ആദരിച്ചു. എൻ്റെ ആത്മകഥ എന്ന പേരിലുള്ള ചാപ്ലിൻ്റെ ജീവചരിത്രം പ്രസിദ്ധമാണ്. ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, ലൈംലൈറ്റ്, സിറ്റി ലൈറ്റ്സ്, മോഡേൺ ടൈംസ് എന്നിവ ചാപ്ലിൻ്റെ ജനപ്രിയ സിനിമകളാണ്. ഈ ചിത്രങ്ങളുടെ രചനയും ചാപ്ലിൻ തന്നെയാണ് നിർവഹിച്ചത്. ഒരു വർഷത്തിനുള്ളിൽ 35 ചിത്രങ്ങൾ നിർമ്മിച്ചതിനുള്ള റെക്കോർഡ് ചാപ്ലിൻ അങ്ങനെ നേടിയെടുത്തു. 1972 അദ്ദേഹത്തിന് സ്പെഷ്യൽ ഓസ്കാർ നൽകുകയുണ്ടായി. തുടർന്ന് സിനിമയ്ക്ക് ചാപ്ലിൻ നൽകിയ സംഭാവനകളെ മാനിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ് 1975 സാർ പദവി നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 1977 ഡിസംബർ 25 സ്വിറ്റ്സർലാൻഡിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.
അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.